കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാത്തിമ എന്ന് പറയുന്ന മുസ്ലിം ലേഡി, മകളാണത്, മകളും അമ്മയും കൂടി സാക്ഷ്യം പറഞ്ഞു. 14 വർഷമായിട്ട് അവരുടെ വീട്ടിൽ അരികെ ഒരു മരങ്ങൾ വളർന്നു നിൽക്കുന്നു. അതിന് വെട്ടാൻ 20,000 രൂപ ചോദിക്കുന്നതുകൊണ്ട് ഇവിടെ കാശില്ല കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു വിഷമസന്ധിയിലാണ് ഇവർ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഇവർ ഫാത്തിമ സംസാരിക്കുന്ന മാതാവ് അത് സെക്കൻഡുകൾക്കുള്ളിൽ നിസ്സാര പൈസയ്ക്ക് വെട്ടിമാറ്റും. അതാണ് രസം. 14 വർഷം നടക്കാത്ത കാര്യമാണ് ഉടമ്പടി എടുക്കുമ്പോൾ ഉടനെ നടക്കുന്നത്. അതാണ് ഇതിന് ഭയങ്കര സമയം. അവർ പിന്നെ വളരെ ആത്മാർത്ഥത ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പക്ഷേ അതല്ല, ഇവർ ഈ ഫാത്തിമ ഒരു മോളാണ് ശരിക്കും. അവളൊരു +2 അതിന് മുകളിലുള്ള നേഴ്സാണ് അവൾ. അപ്പോൾ ഈ നേഴ്സിൻ്റെ ഒരു പ്രായമാണ് ഉള്ളത്. പക്ഷേ ഇവർ ഈ മരം വെട്ടാത്തതിൻ്റെ പേരിൽ അയൽവാസികൾ ഭയങ്കരമായ രീതിയിൽ ഇവരെ പ്രഷർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫാത്തിമയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഇവരെ വർഷങ്ങളുടെ പ്രഷർ ചെയ്യുന്ന അയൽവാസികളോട് ഇവയ്ക്കൊരു പരിഭവമോ പരാതിയോ ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. അതാണ് വിഷയം. ഉടമ്പടി മരം വെട്ടിയതല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം ഇവർ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 1 യോഹന്നാൻ്റെ 5:4 എന്താ എഴുതിക്കണത്? ഇതാണ് നമ്മുടെ വിശ്വാസം. എന്താണ്? ലോകത്തിന്മേലുള്ള നമ്മുടെ വിജയം. അതാണ് നമ്മുടെ വിശ്വാസമെന്ന്. ഇപ്പം ലോകത്ത് നമ്മളെ ദ്വേഷിക്കുന്നവരോടും എതിർക്കുന്നവരോടും നമുക്ക് എതിർപ്പും വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ നീയും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയാണ്. ഏറ്റവും കൂടുതൽ നോൺ ക്രിസ്ത്യൻസ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾ നോൺ ക്രിസ്ത്യൻസ്. അത് നമുക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാം. അവരെന്ത് ഭയഭക്തിയോടു കൂടിയാണ് ദൈവവുമായിട്ടൊരു ഉടമ്പടിയിലാണെന്നുള്ള ബോധത്തിൽ ജീവിക്കണത്. ഞാനിവരാരും കണ്ടിട്ടുമില്ല, കാണാറുമില്ല, സംസാരിക്കാറുമില്ല. പക്ഷെ അവർ സാക്ഷ്യം പറയുമ്പോഴാണ് ഞാൻ ഇവർ ശ്രദ്ധിക്കണത്. അവർ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. അവരുടെ അനുഭവ തലങ്ങളുടെ ലെവൽ നോക്കുമ്പോൾ ഇന്നലെ ഒരു റസാക്ക് സാക്ഷ്യം പറഞ്ഞ് പയ്യന്നൂരിൽ നിന്ന്. റസാക്ക് എന്താ? റസാക്ക് കൊടുത്തിരിക്കുന്നത് ചെറുപ്പക്കാരനാണ്, കുടുംബസ്ഥനാണ്, ഭാര്യ ഉണ്ടായിരുന്നു. റസാക്ക് കൊടുത്തിരിക്കുന്നത് 2000 പത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കൊണ്ട് നടന്ന് കൊടുത്തതും അദ്ദേഹത്തിൻ്റെ കട വഴി അദ്ദേഹം വിതരണം ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാവോ? ഇവിടെ ഇന്നലെ നടന്ന സാക്ഷ്യമാണ്. അദ്ദേഹം പറയണത്, ഈ പത്രം ഞാൻ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമെന്ന്. എന്താ കാര്യം? ക്രിസ്ത്യാനികളാണ് ചിലരിതിനെ എതിർക്കണത്, മറ്റുള്ളവരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അതാണ് വിഷയം. അതായത് ക്രിസ്ത്യൻ പേരുകളുണ്ടെങ്കിലും ദൈവത്തിനെ അറിയാൻ പാടില്ല. ദൈവത്തിനെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരല്ല, ദൈവത്തിനെ അറിയാൻ പാടില്ലാത്ത കുറേ ചരക്കുകൾ ഇതിനകത്തുണ്ട്. ഒരു സംശയമില്ല കാര്യത്തിൽ. ക്രിസ്ത്യാനി എന്ന പേര് ബൈ ചാൻസായിട്ട് ഇങ്ങനെ അപ്പന്മാരും ജനിച്ചു പോയ സംഭവങ്ങളാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അവർ ക്രിസ്ത്യൻ മാതാപിതാക്കന്മാർ ജനിച്ചു, പക്ഷെ അവരുടെ അതിൻ്റെ വെറുതെ കിട്ടിയത് കാരണം, വിശ്വാസം വെറുതെ കിട്ടിയത് കാരണം, വിശ്വാസം ഞാൻ പറഞ്ഞത് വെറുതെ കിട്ടരുതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. വെറുതെ കിട്ടിയാൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില അറിയാതെ പോകും. വിശ്വാസം നമ്മൾക്കെങ്ങനെ കിട്ടിയതാണ്? ക്രിസ്തു അതിനു വേണ്ടി പീഡാസഹനങ്ങൾ ഏറ്റെടുത്തിട്ട് അവൻ്റെ പീഡാസഹനങ്ങളെ പിതാവ് പ്രസാദിച്ചിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ എൻഗ്രേസ് ചെയ്തിട്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽകൃപ കിട്ടിയിരിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപയെല്ലാം ക്രിസ്തുവിൻ്റെ പീഡാസഹനത അധിഷ്ഠിതമായതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വില കൊടുത്തിരിക്കുന്ന ക്രിസ്തുവാണ്. പക്ഷെ നമ്മൾ വില കൊടുത്തിട്ടില്ല. അത് വില കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വില കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന വിഷയം, വിശ്വാസത്തിൻ്റെ മൂല്യം കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ലാതായി പോകും. ഇപ്പം ആൻമരിയയുടെ സാക്ഷ്യങ്ങൾ എന്താ ഉള്ളത്? ആൻമരിയ 5 പൈസ ഒരു ജോലിയുമില്ല, ഭാര്യയും ഭർത്താവും കൂടി അവിടുന്ന് ടൊറൻഡോയിൽ നിന്ന് ലണ്ടനിൽ വന്നു. അപ്പോൾ അവളെന്താ പറയണത്? ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയമില്ല, അഭിഷേകമാണ്.
ഞാൻ എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടേയിരുന്നു, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു, ഇന്ന് വിക്ടോറിയ ആശുപത്രി കൊണ്ടുപോയി ഒരു റെസ്യൂം കൊടുക്കാൻ പറഞ്ഞു. വിക്ടോറിയ ആശുപത്രി കൊണ്ടുപോയി നീ ഒരു റെസ്യൂം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ ഓഫീസിലെ കൂട്ടുകാരൻ ഒരു മലയാളിയുണ്ട്, അവനെ കൊണ്ട് നമുക്കിത് പ്രിൻ്റെല്ലാം എടുപ്പിച്ച് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം, നമ്മൾ പോണ വഴിക്കാണ് വിക്ടോറിയ ആശുപത്രി, നിനക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ റെസ്യൂം കൊണ്ട്, അതായത് ബയോഡാറ്റ, അവരുടെ ജീവചരിത്രം, അവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സംഭവം കൊണ്ട് വിക്ടോറിയ ആശുപത്രി ചെല്ലുമ്പോഴുണ്ട്. ഒരിക്കലും ഈ ആശുപത്രി തുറക്കാറില്ല. എന്താ കാര്യം? അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഞാൻ ഓരോ രോഗികളെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ രോഗികളെ സന്ദർശിക്കാൻ പോകും. നമ്മുടെ ആശുപത്രി പോലെ ഇങ്ങനെ തുറന്ന് കിടക്കുകയല്ല അത്. ആശുപത്രി മാത്രമല്ല, കടകൾ പോലും തുറന്നിട്ടിട്ടില്ല, എല്ലാം ചില്ല് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എല്ലാത്തിനുമൊക്കെ എല്ലാം കോഡാണ്. അകത്ത് കയറണമെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. ശരിക്കും അപ്പോയിൻമെൻറ്റ് വേണം പിന്നെ കാര്യങ്ങളും കാണണമെങ്കിൽ. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ തഹസിൽദാറിന് വില്ലേജ് ഓഫീസിലൊക്കെ ചെല്ലെങ്കിൽ എന്ത് സുഖമാണ്. ഒരിക്കലും ഫോറിൻ രാജ്യങ്ങളിൽ, ഞാനൊക്കെ ഫോറിൻ രാജ്യങ്ങളിലെ പോലെ ഇന്ത്യ ആകല്ലെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും അതുപോലെ ആകാൻ വേണ്ടിയാണ് ഇവിടെ ഇത് കുത്തിയിരിക്കണം. ഒന്ന് ആയി നോക്കണം വിവരം അറിയണമെങ്കിൽ. ഇപ്പം എന്ത് സുഖമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ GDP ഒക്കെ ഉയരാൻ വേണ്ടി, അത് ഗ്രോസ് നാഷണൽ പ്രോഫിറ്റൊക്കെ കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ വാർഷിക വരുമാനം കൂടാൻ വേണ്ടി എന്തുമാത്രം തിരക്കാണ്. മറ്റ് രാജ്യങ്ങളുടെ മുകളിലായിരിക്കണം. അമേരിക്ക 24, ചൈന 18, നമ്മളിപ്പം 3 ആയിട്ടുള്ളൂ. ബ്രിട്ടൻ്റെ ഒപ്പമാണ്. നമുക്ക് കൂടണമെന്നൊക്കെ പറഞ്ഞില്ല. ഇപ്പം അത് നമ്മൾ കൂടും. ഇപ്പം 4ാം സ്ഥാനത്തായി. ഈ 4ാം സ്ഥാനത്തേക്ക് ഈ വാർഷിക വരുമാനം വന്നിട്ട് ഇനി നമ്മൾ 1ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്താ പറ്റണത്? നമ്മുടെ ചായക്ക് ഇപ്പോൾ എത്ര രൂപയാണ് ചായക്ക്? 10 രൂപ. അത് 150 രൂപയാവും. അതാണ് വിഷയം. അത് 150 രൂപയാവും. പിന്നെ എല്ലാം അപ്പോയിൻമെൻ്റ് ആവും. ഗതികെട്ട ഒരു നരകമായിട്ട് ഞാൻ നോക്കിയത് ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് നരകം, അത്രേ ഉള്ളൂ. എല്ലാവരും സെക്യൂർ ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എല്ലാം സെക്യൂർ അല്ലേ? എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് എത്ര തെണ്ടികളെ കാണണം അവിടെ ചെന്നാൽ? ആവശ്യത്തിനുണ്ട്. അവരെല്ലാം നമ്മൾ ധർമ്മക്കാരോട് നേരിട്ടെങ്കിൽ നമുക്ക് സംവാദിക്കാൻ പറ്റും. മറ്റതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ് ശരിക്കും. ധർമ്മക്കാരുണ്ട് അവിടെ, പക്ഷെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടില്ലേ? അവിടുത്തെ നിയമം അതാണ്, ഞങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ബാങ്കിൽ കൊണ്ടുപോയി റൊട്ടി കൊടുത്തെന്നൊക്കെ പറയണില്ലേ? അതാ കാര്യം. എന്തു രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതെല്ലാം സിസ്റ്റമാറ്റിക്കായി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യവിരുദ്ധമായ ഒരു സംവിധാനമായി മാറി. എല്ലാം മോശമാണെന്ന് ഞാൻ പറയണില്ല. എനിക്ക് അവരെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ ഭൂമികളും റോഡുകളും പിന്നെ എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. നമ്മളെപ്പോലെ ഇങ്ങനെ വിളിച്ചും കൂവിയൊക്കെ നടക്കേണ്ട കാര്യങ്ങൾ. എല്ലാത്തിനും സർവീസാണ്, ഭയങ്കര സർവീസാണ്, സഡൻ സർവീസാണ്, കാൽക്കുലേറ്റ് സർവീസാണ്. നമുക്ക് ടൈം വേസ്റ്റ് ആകത്തില്ല, കാത്തിരിക്കുന്ന പ്രശ്നങ്ങളില്ല, എല്ലാം അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ ഇങ്ങനെ പോകും. അപ്പം ഡോക്ടറൊക്കെ കിട്ടാൻ വലിയ പാടാണ്. ഡോക്ടറിനെ കിട്ടാൻ വലിയ പാടാണ്. അത് പോട്ടെ, അത് വലിയ നരകം പിടിച്ച പരിപാടിയാണ്. ഒരു രോഗം വരാതിരിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. അവിടെ ചെന്നിട്ടില്ല, രോഗം വന്നിട്ട് ഡോക്ടറിനെ കാണാൻ നടക്കത്തില്ല. അതൊക്കെ വേറെ വകുപ്പായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇപ്പം നമുക്കൊരു വർത്തമാനമില്ലേ, അതായത് പാപി ചെന്ന പടി തുറക്കുവന്ന്, അങ്ങനെ എന്ത് സംഭവം ഉണ്ടല്ലോ. പാപി അങ്ങനെയല്ല, പട്ടി എന്ന പടി തുറക്കുക എന്നാണ് മലയാളത്തിൽ പഴഞ്ചൊല്ലുള്ളത്. അപ്പം ഈ നമ്മൾ ഇവിടെയാണത്. ഇത്തിരി ക്വാളിറ്റിയുള്ള ആൾക്കാരാണെങ്കിൽ എവിടെയും കയറി ചെല്ലാൻ പറ്റും. പക്ഷെ അവിടെയൊന്നും ക്വാളിറ്റി ഇട്ട് കാര്യമൊന്നുമില്ല, അതെല്ലാം ക്ലോസ്ഡാണ്. ഇവർ ചെല്ലുമ്പോൾ ഹോസ്പിറ്റൽ ക്ലോസ്ഡാണ്. പണ്ട് മേരി മാഡലിനൊക്കെ കർത്താവിൻ്റെ കല്ലറയിൽ പോയപ്പോൾ മേരി മാഡലിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണ്? ആര് ഞങ്ങൾക്ക് കല്ല് മാറ്റിത്തരുമെന്നുള്ള അത് ഉൾക്കൊണ്ടായിരുന്നു. ഇതുപോലെ ആരെയാണ് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റണമെന്നൊരു ഐഡിയയും ഇല്ല, ഒരു പരിചയവും ഇല്ല. ആദ്യമായിട്ട് വിക്ടോറിയ ഹോസ്പിറ്റൽ ചെല്ലുകയാണ്. ഇവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് വേണ്ടി മാത്രം ആ ഹോസ്പിറ്റൽ ഡോർ തുറന്നിട്ടുള്ളൂ.
അവൾ കയറിയാൽ ക്ലോസ് ആവും. അതാരാണ്? ഇത് തുറന്നിടാൻ ആളുണ്ട് അവിടെ. ആരാണ്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുവന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആദ്യം തന്നെ ഇന്ന് ഈ ആൾത്താരിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിയ മേരി ജോഷി. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ BSc നഴ്സിംഗ് പഠിക്കുന്നു. ഞാനിതിവിടെ രണ്ടാമത്തെ തവണയാണ് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ ദൈവം അനുഗ്രഹിച്ചത്. ആദ്യത്തെ തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓസ്ട്രേലിയയിൽ പോകാൻ ദൈവം എന്നെ പരിപാലിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ രണ്ടാമത്തെ തവണ ഞാനിവിടെ നിൽക്കുമ്പോൾ ആ ഒരു വർഷക്കാലം ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ പോയത് ഫെബ്രുവരി 1 2025 അപ്പോൾ ഈ ഒരു വർഷക്കാലം എങ്ങനെയാണ് ദൈവം എന്നെ പരിപാലിച്ചത് എന്ന് അതിന് നന്ദിയും അതിന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഒരു മലയാളി കുടുംബത്തോടൊപ്പം ആയിരുന്നു. അപ്പോൾ ആ കുടുംബമാണെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകാനുള്ള അനുവാദമോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ഭയങ്കര തടസ്സമായിരുന്നു. എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഞാനാണെങ്കിൽ നാട്ടിലായിരുന്ന സമയത്തെ അവിടുത്തെ കത്തോലിക്ക പള്ളിയിലൊക്കെ നോക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് അതിനൊന്നും സാധിക്കുന്നില്ലായിരുന്നു. എനിക്കാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രം മാതാവിനെ ഈശോയുടെയും രൂപം വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഒരു മാതാവിൻ്റെ രൂപം കൊണ്ടാണ് പോയത്. മൊത്തത്തിലൊരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് നാട്ടിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെന്നപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് ആണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഇവർ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പം മമ്മിയും പപ്പയും ആണെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം പുതുക്കിയായിരുന്നു, എനിക്ക് വേറൊരു അക്കോമഡേഷൻ ശരിയാക്കി തരണേന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ദിവസം ഇവരെന്നോട് പറഞ്ഞു ഇവിടുന്ന് മാറണം എന്ന്. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങോട്ട് പോകണമെന്ന്. കാരണം എനിക്ക് അവിടെ അങ്ങനെ ആരെയും പരിചയമില്ല. എല്ലാ അക്കോമഡേഷനെല്ലാം ഫില്ലായി. എനിക്കൊരു വഴി ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന എൻ്റെ ആശ്രയം ഈ മാതാവും ഈശോയും. എനിക്കൊരു ബൈബിൾ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ എൻ്റെ ഒരു മാതാവിൻ്റെ ഒരു ഫോട്ടോയും പിന്നെ ഈശോയുടെ ഒരു ഫോട്ടോയും, ഇത് മാത്രമായിരുന്നു. പക്ഷേ അന്ന് അവരെ പറഞ്ഞ ദിവസം തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൊച്ചിൻ്റെ അടുത്ത് അവളുടെ കൂടെ എനിക്കൊരു അക്കോമഡേഷൻ ദൈവം അന്ന് തന്നെ ശരിയാക്കി തന്നു. പിറ്റേ ദിവസം തന്നെ എനിക്ക് മാറാനും എനിക്ക് സാധിക്കുമ്പോഴൊക്കെ പള്ളിയിൽ ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുമ്പോഴെല്ലാം എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. കുർബാനയുടെ പ്രാധാന്യം ഞാൻ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്കാണെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ആദ്യമൊക്കെ ഒത്തിരി റിജക്ഷൻസ് ആയിരുന്നു. ഞാനാണെങ്കിൽ കൃപാസനത്തിലെ നേർച്ച വസ്തുക്കളായ ഉപ്പും അതുപോലെ തൈലവും നെറ്റിൽ പുരട്ടിയിട്ടും ആണ് എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരുന്നതും. അങ്ങനെ ഞാൻ എൻ്റെ റെസ്യൂമിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ആ റെസ്യൂമെ ഞാനൊരു കെയർ ഹോമിൽ കൊണ്ട് കൊടുത്തു. ആദ്യം അവർ പറഞ്ഞു, അതായത് ഇവിടെ ഇപ്പോൾ ആൾക്കാരെ ഒന്നും എടുക്കുന്നില്ല. പക്ഷെ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, അതുപോലെ ഭിത്തിയിലൊക്കെ തൈലം പുരട്ടി. അത് കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഓൺലൈനിലും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ തിരിയേൽ ഒരു പൂ പോലെ എനിക്ക് വന്നു. അന്നേരം എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂവിൻ്റെ കോള് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ കൃപ കൊണ്ട്, ഈശോയുടെ കൃപ കൊണ്ട് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതെനിക്ക് ദൈവം തന്ന ജോലിയാണെന്ന് മനസ്സിലായി. അങ്ങനെ എനിക്ക് ആ ജോലി അവിടെ കിട്ടി. എനിക്കിപ്പോൾ അവിടെ പെർമനൻ്റായിട്ട് ഒരു കെയർ ഹോമിൽ ഞാൻ കെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ അതുപോലെ എനിക്കാണെങ്കിൽ ഒരു ജോലിയിലൂടെ എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായി. അതായത് അന്നത്തെ രാത്രിയിൽ ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ മാതാവിനെ എനിക്ക് ഇവിടെ കൃപാസനത്തിൽ നിന്ന് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണവും അതുപോലെ മാതാവിൻ്റെ തിരിയലും രൂപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നു മാതാവിനെ. അപ്പോൾ അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം എന്തോ വലിയൊരു മാനസികമായിട്ട് വിഷമത്തിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. അന്ന് ഞാനൊരു സ്വപ്നം കണ്ടു മാതാവിനെ. അതായത് ഞാനാണെങ്കിൽ ഒരു പള്ളിയിൽ നിൽക്കുന്നു. അപ്പം പള്ളിയുടെ ഉള്ളിൽ ഒരു പെൺകൊച്ചിങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പം ആ കൊച്ച് അറിയുന്നില്ല, ആ കൊച്ചിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഈ കൃപാസനത്തിലെ മാതാവായിരുന്നു.
ഞാൻ ശരിക്കും കണ്ടതാണ്. ഈ കൃപാസനത്തിലെ മാതാവിനെ ഞാൻ കണ്ടു. അതിലൂടെ എനിക്ക് ആണെങ്കിൽ ഒത്തിരി എനിക്ക് മനസ്സിലായി. അതായത് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്ക് ഇപ്പം എന്ത് പ്രതിസന്ധി വന്നാലും ഇപ്പം ഈ ജോലി കിട്ടിയതോ അല്ലെ ഓസ്ട്രേലിയ പോയതോ അതൊന്നും അല്ല. ഇപ്പം എൻ്റെ സാഹചര്യമാണെങ്കിലും എനിക്ക് ദൈവം മതി എന്നൊരു അത്രയ്ക്കും എനിക്ക് എൻ്റെ വിശ്വാസം സ്ട്രോങ് ആയി. മാതാവ് കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു ദിവസം ഒരു കള്ളൻ കയറി. അതായത് എൻ്റെ റൂമിൽ മാത്രം, പക്ഷേ ആ കള്ളൻ കയറിയില്ല. അപ്പം എൻ്റെ കൂടെയുള്ള പിള്ളേർക്ക് അതൊരു വലിയൊരു വിശ്വാസ അനുഭവമായിരുന്നു. അവർക്കതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, വിശ്വാസത്തിലോട്ട് അവരെ അത് കൂടുതൽ അടുപ്പിച്ചു. എൻ്റെ കൂടെയുള്ള കൊച്ചാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കള്ളം കയറിയ സമയത്ത് ഞാൻ മമ്മിയോട് പറഞ്ഞിരുന്നില്ല. ഞാൻ രാവിലെ മമ്മീനെ വിളിച്ചപ്പോഴാണ് മമ്മി പറയുന്നത്, മമ്മിയാണെങ്കിൽ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു മാതാവ് ഇങ്ങനെ കസേരയിൽ വന്ന് അന്ന് രാത്രി. മമ്മി അന്ന് ആദ്യമായിട്ടാണ് സ്വപ്നം കാണുന്നത് മാതാവിനെ. അതുപോലെ തന്നെ അങ്ങനെ മമ്മി പറഞ്ഞു. അതായത് അപ്പോഴാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ കള്ളം കയറിയെന്നും ഈ കാര്യങ്ങളെല്ലാം. അപ്പോഴാണ് മമ്മി പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതാണ്. കാരണം ആ കള്ളനാണ് ഒരു കൊച്ചിൻ്റെ റൂമിൻ്റെ ജനലിൽ കൂടെ കയറി വേറൊരു കൊച്ചിൻ്റെ ഉള്ളിൽ നിന്ന സമയത്ത് അങ്ങനെയാണ് ആ കൊച്ചിൻ്റെ താക്കോലും അങ്ങനെ ഓരോന്നൊക്കെ മോഷ്ടിക്കാനും. പക്ഷെ കൊച്ചിനൊരു കുഴപ്പമില്ലാതെ ദൈവം അവളെയും പ്രൊട്ടക്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ റൂമിൽ മാത്രം, എൻ്റെ റൂം ലോക്ക് പോലും ചെയ്യാതെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷെ എൻ്റെ റൂമിൽ മാത്രം കയറിയില്ല. അത് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വലിയ സംരക്ഷണമായിരുന്നു അവിടെ. കാരണം എനിക്ക് 2 ആഴ്ചയായിട്ട് എനിക്ക് സങ്കീർത്തനം 140 കിട്ടുന്നുണ്ടായിരുന്നു. ദുഷ്ടരിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ സങ്കീർത്തനം. അതായത് ഞാൻ ബൈബിൾ വായിക്കുമ്പോഴൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി എന്നെ ഈ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്താന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പീരിയഡ്സിൻ്റെ ഡേറ്റ് ഞാൻ അറിയാതെ ആ സമയത്താണ് ടിക്കറ്റ് എടുത്തിരുന്നത്. പക്ഷേ എനിക്കിങ്ങനെ വയറുവേദനയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഡേറ്റ് അന്നേരം എല്ലാവർക്കും പേടിയായിരുന്നു. ഇനിയിപ്പം ഫ്ലൈറ്റിലേക്ക് ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര വേദനയാണെങ്കിൽ പ്രശ്നമാണല്ലോ എന്ന് ഓർത്തു. പക്ഷേ അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ഡോക്ടർ മരുന്ന് തന്നു. ഡോക്ടർ ഹോർമോൺസിൻ്റെ മരുന്ന് തന്നു. ഒരു ഡേറ്റ് തൊട്ട് കഴിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആ മരുന്ന് കഴിക്കാൻ തോന്നിയില്ല. കാരണം നോർമലായിട്ടുള്ളൊരു കാര്യത്തെ വെറുതെ ഇങ്ങനെ മരുന്ന് കഴിച്ച് ഇതാക്കണം എന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ ആ ഡേറ്റിന് ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയില്ല. ഞാൻ ആ മരുന്ന് കൃപാസനത്തിലെ മാതാവിൻ്റെ ഒരു വലിയ ഫോട്ടോ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ പോകാൻ കാരണമായിട്ട് ഉള്ളതിൻ്റെ ഒരു നന്ദിയായിട്ട് അത് ഞങ്ങൾക്ക് അവിടെ വെച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ആ മാതാവിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഞാൻ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് അറിയാലോ എന്താണെന്നുള്ളത്. അപ്പം എനിക്കാണെങ്കിൽ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞ് അന്ന് തന്നെ എനിക്ക് നോർമലായിട്ട് ഇതായി. മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യം വന്നില്ല. അതുപോലെ ഇത്രയും ചെയ്ത ദൈവത്തിനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. ഇതിലൂടെയെല്ലാം എൻ്റെ വിശ്വാസം ഒത്തിരി വളർന്നു. ആരും ഇല്ലേലും ദൈവമുണ്ട് എൻ്റെ കൂടെയെന്ന് എനിക്ക് മനസ്സിലായി. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാനാണെങ്കിൽ എൻ്റെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ അമ്മച്ചമാരെയൊക്കെ സഹായിക്കുന്ന സമയത്ത് ആ ഈശോയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സഹായിച്ചുകൊണ്ടിരുന്നതും. പിന്നെ അവരുടെ നെറ്റി കുരിശ് വരച്ചു കൊടുക്കുകയും പിന്നെ അവരോട് പറയുമായിരുന്നു ഈശോയ്ക്ക് ഇഷ്ടമാണ്, അമ്മച്ചിന് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ വീടിനടുത്തുള്ള ഒരു കെയർ ഹോമിലാണേലും അവിടെ ഇങ്ങനെ പൈസ, അതായത് പറ്റുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്കാണെങ്കിൽ കൃപാസനത്തിലെയും പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും, അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടും. അങ്ങനെ പിന്നെ അതുപോലെ എൻ്റെ കൂടെയുള്ള പിള്ളേരോട് ഞാൻ എപ്പോഴും പറയും, ഇവിടെ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. അതായത് എനിക്ക് അന്നേരം ഇവിടെ വരണം, ഇവിടെ എന്തായാലും വരണം, നിങ്ങൾ ഒരു തവണ വന്നാൽ എന്തായാലും നിങ്ങൾ ഇനിയും വരുമെന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഒത്തിരി മാതാവിലോട്ട് ഒത്തിരി പിള്ളേരെയൊക്കെ ഇങ്ങനെ എനിക്ക് പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരെ ആത്മീയമായിട്ട് വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ബൈബിൾ വായിക്കാൻ ദൈവം അനുഗ്രഹം തന്നു. അതായത് എനിക്ക് പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് മുടക്കം കൂടാതെ ആ 15 ദിവസവും എനിക്ക് ബ്രേക്കിൻ്റെ സമയത്ത് ഒരു മുടക്കം കൂടാതെ എനിക്ക് ബൈബിൾ വായിക്കാൻ ദൈവം അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ എനിക്ക് സാധിക്കുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ട്
ഒത്തിരി തവണ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ പ്രലോഭനങ്ങളും കാര്യങ്ങളും, അതായത് രാവിലെ എണീക്കാൻ മടിയും അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാറുണ്ടെങ്കിലും മാതാവ് ഈശോയും എന്നെ ഒരു മകളെ പോലെ തിരിച്ച് അതിലോട്ട് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലും അവരെന്നെ ശിക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരാണെങ്കിൽ എന്നെ എപ്പോഴും ഒരു മകളെ പോലെയാണ് കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കിപ്പോൾ ഈ അമ്മയെ നോക്കുമ്പോൾ ഒരമ്മയെ കാണുന്ന അതേ ഫീലോടുകൂടിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതിനുള്ള കൃപ എനിക്ക് തന്ന ദൈവത്തിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. ആദ്യമായി തന്നെ ഞാൻ പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചു പോയതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ഡാർലി ബാബു. ഞാൻ മുട്ടപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ 2019 ഉടമ്പടി എടുത്തിരുന്നു. 2 തവണ സാക്ഷ്യം പറയാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിരുന്നു. ഇതെൻ്റെ 3ാമത്തെ തവണയാണ്. പക്ഷെ കൊറോണ കാലം വന്നപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഉടമ്പടി കുറച്ച് ബ്രേക്കായി. ഞാൻ പിന്നെ തിരിച്ച് 2024 വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഉപ്പും തൈലമൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യത്തെ എൻ്റെ സാക്ഷ്യം പറയേണ്ടത്. 2021 എൻ്റെ ഏജ് ഓവർ ആകുന്ന ഒരു ഡേറ്റായിരുന്നു. അപ്പോൾ ലിസ്റ്റിലുണ്ടെങ്കിലും ആ ഡേറ്റിൽ കിട്ടിയില്ലെങ്കിൽ, ജൂൺ ജൂലൈ മാസത്തിൽ പെർമനൻ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോവും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഈശോയോടും മാതാവിനോടും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം പിന്നെ ഓൺലൈനായിട്ടും ഒക്കെ ലൈറ്റർ കാൻഡിൽ പെയറൊക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്നൊരു ദിവസമാണ് നിയമങ്ങളൊക്കെ മാറി വന്നത്. അപ്പം ഞാൻ ഒരു സാക്ഷ്യം കേട്ടിരുന്നു, ദൂരെ ഔട്ട് ഓഫ് കൺട്രീസിലൊക്കെ നിയമങ്ങൾ മാറ്റി വരുമെന്ന്. അപ്പോൾ നമ്മുടെ കൊറോണ കാലത്ത് അപ്പോയിൻമെൻറ്റ് ഇല്ലാതിരുന്നൊരു സമയമാണ്. അപ്പോൾ എൻ്റെ രാജ്യത്തെ നിയമങ്ങളൊന്ന് മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന പോലെ തന്നെ ഈശോയും മാതാവും എനിക്കത് സാധിച്ചു തന്നു. ജൂലൈ 21-ാം തീയതി എനിക്ക് പെർമനൻ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ ദൂരേക്ക് പോകാൻ എനിക്ക് മടിയില്ലെങ്കിലും 1-2 മണിക്കൂറത്തെ യാത്രയെ ആവാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ പോയി വരാവുന്ന ദൂരത്തിൽ ദൈവം എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ ആ കൂടെ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന 1 വർഷത്തേക്ക് എനിക്ക് സാലറി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന്. അതും ദൈവം കേട്ടു എന്ന് പറയാൻ. 2 വർഷം എനിക്ക് സാലറി ഇല്ലായിരുന്നു. എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സായില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു. സ്ട്രോക്കിൽ ഞങ്ങൾ പെട്ടെന്ന് ആശുപത്രി ചെന്നപ്പം പറഞ്ഞത് ഓപ്പറേഷൻ വേണമെന്നാണ്, ബ്ലീഡിങ് ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ആ സമയത്തല്ല 4 ദിവസം ICUലാണ്. ഞങ്ങൾ ഈശോയുടെയും മാതാവിനോടും പ്രാർത്ഥിച്ച് എന്നും ഉപ്പും തൈലവും നൽകി. 4ാമത്തെ ദിവസം എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു സുന്ദരിയായ സ്ത്രീ വന്ന് നിൽക്കുന്നു, ഒരു നേഴ്സ് നിൽക്കുന്നു എന്ന്. അന്നാണ് എൻ്റെ അമ്മ ആദ്യമായി കണ്ണ് തുറന്നതും അത്യാവശ്യം സംസാരിച്ചു തുടങ്ങിയതും. ആ വൈകുന്നേരം ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്ലീഡിങ് കുറവുണ്ട്, ഓപ്പറേഷൻ വേണ്ട, റൂമിലേക്ക് മാറ്റാമെന്ന്. അതിനുശേഷം വീട്ടിൽ വന്നപ്പോഴും അമ്മയ്ക്ക് യൂറിൻ്റെ പ്രശ്നം ഉണ്ടായി. യൂറിൻ ബ്ലോക്കായി. 1-1.5 ആഴ്ച യൂറിൻ പോകാത്തൊരവസ്ഥയിലേക്ക് വന്നു. ആ രാത്രി ഞങ്ങൾ ഉപവാസം ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച്, BP ഷുഗറൊക്കെ ഉള്ളതാണ്, അപ്പോൾ ഉപ്പൊന്നും കൊടുക്കല്ലെന്നാണ്. രണ്ടും കൽപ്പിച്ച് തന്നെ മാതാവിൻ്റെ ഉപ്പല്ലേ എന്ന് പറഞ്ഞ് തന്നെ ഞങ്ങൾ ഉപ്പും തൈലവും കൊടുത്തു, വെള്ളത്തിൽ ഇട്ട്. അന്ന് വൈകുന്നേരം രാത്രിയാണ്, വെളുപ്പ് കൂട്ടിയുള്ള സമയം 3:30 ആയപ്പോൾ അമ്മയുടെ യൂറിൻ പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ അമ്മയ്ക്ക് യൂറിൻ പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് സ്ഥിരമായിട്ട് വീഴും. സ്ട്രോക്കാണ്. ബ്രെയിൻ ട്യൂമറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 15 വർഷമായിട്ട് അതേ പ്ലേസിൽ തന്നെയാണ് സ്ട്രോക്ക് ഉണ്ടായത്. അപ്പോൾ സ്ഥിരമായിട്ട് വീഴുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം, ഒരു മെയ് മാസം, ഒരു 6-7 മാസം ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ശക്തമായ വീഴ്ചയാണ്. ഭിത്തിക്കെട്ടൊക്കെ അടിച്ചാണ് വീഴുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ അമ്മയെ കൊണ്ടുവന്നു. അപ്പം 3ാമത്തെ ടോക്കൺ വെച്ച് അച്ഛനെ കാണാനുള്ളൊരു അനുഗ്രഹം ഉണ്ടായി. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിന് ശേഷം ഇപ്പോൾ 8 മാസമായി എൻ്റെ അമ്മ വീണിട്ടില്ല. അമ്മ പറയുന്നത്, വീഴാൻ പോകുമ്പം ആരും എൻ്റെ കൈക്ക് പിടിക്കുന്നു എന്നാണ്. ശക്തമായ ഒരു കാര്യങ്ങൾ പിടിക്കുന്നു എന്ന് പറയാറുണ്ട്. ഇന്ന് വരെ വീണിട്ടില്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാഞ്ഞിരപ്പള്ളി അഗരപ്പള്ളി അവിടെ ഒരു സ്ഥലം കിട്ടുക എന്നുള്ളത്. മാതാവിൻ്റെ പള്ളിയാണ്, എൻ്റെ അടുത്തൊരു സ്ഥലം വാങ്ങുക എന്നുള്ളത്. സാമ്പത്തികപരമായി ഞങ്ങൾക്ക് അങ്ങനെ വാങ്ങാൻ പറ്റുന്നൊരവസ്ഥയല്ല. പക്ഷേ അഖണ്ഡജപമാല റാലി ഞങ്ങൾ വന്നു കൂടി. ഞാനും ചേച്ചിയും കൂടിയാണ് വന്നേ. ആ വർഷം തന്നെ മെയ് മാസം ഞങ്ങൾക്ക് അവിടെ 5 സെൻറ്റ് സ്ഥലം എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റി. അപ്പോൾ അതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന 3.5 സെൻറ്റ് പപ്പായുടെ അനിയൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. അങ്ങനെ 8.5 സെൻറ്റ് സ്ഥലം ഞങ്ങളവിടെ വാങ്ങി.
അതിനുശേഷം വീട് പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വീട് പണിക്ക് ലോൺ അപേക്ഷിച്ചു. പക്ഷേ എൻ്റെ അപ്പോയിൻമെൻറ്റിനകത്ത് പ്രവേശന കാര്യങ്ങളൊന്നും അനുവദനീയമല്ല. ഭിന്നശേഷി പ്രശ്നമാണ് അതായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ലോൺ അനുവദിക്കില്ലായിരുന്നു. അത് ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ചു. ഉപ്പിട്ട ആ സ്ഥലത്ത് പോയി ഞങ്ങൾ ദൈവമേ ഇവിടെ ഒരു വീട് പണിയാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പെട്ടെന്ന് ഞങ്ങൾ ചോദിച്ച ബാങ്കിൽ നിന്നല്ല, മറ്റൊരു ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ അനുവദിക്കാമെന്ന് പറഞ്ഞു. ലോൺ അനുവദിച്ചു. എനിക്ക് 20 കിട്ടുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് 25 ലക്ഷം രൂപയും ലോണാണ് ദൈവം അനുഗ്രഹിച്ചു തന്നു. ഇപ്പം വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എന്നും സാക്ഷ്യങ്ങൾ മിക്കവാറും ഒക്കെ കേൾക്കും, അമ്മയ്ക്കും വെച്ച് കൊടുക്കും. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം ഞങ്ങൾ പങ്കുവയ്ക്കും. പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങളനുസരിച്ച് ചിലപ്പം ബുക്കാവാം, ചിലപ്പം കുടയാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആഹാരമോ വസ്ത്രമോ ആവശ്യമുള്ളവർ ചോദിക്കുന്ന അവർക്ക് ഉണ്ടെന്ന് തോന്നിയാൽ അന്നേരം തന്നെ അത് ചെയ്യാറുണ്ട്. രോഗി സന്ദർശനം പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് ജാതി മതമൊന്നും നോക്കാറില്ല. ദൈവമേ അവർക്ക് ആവശ്യമുള്ള ആരാണോ അവരെൻ്റെ കണ്ണിൽ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കും. എനിക്ക് മുമ്പിൽ വരും, ഞാൻ അവർക്ക് കൊടുക്കും. ഇതുവരെ തന്ന എല്ലാ ദൈവ അനുഗ്രഹങ്ങൾക്കും ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു.